പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാനഡയിലൊക്കെ ചെന്നിട്ട് അവിടുന്ന് ബഹിഷ്കരണത്തിൻ്റെ വക്കിലാണ്. അവരുടെ പൊതുസ്ഥലത്തെ പെരുമാറ്റങ്ങൾ, കോമൺ ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ, അവിടെയുള്ള തദ്ദേശീയർക്ക് ഇഷ്ടപ്പെടാതെ ഇന്ത്യക്കാരെ തന്നെ പൊതുവിൽ വെറുക്കുന്ന ഒരു സാഹചര്യം കാനഡയിലുമൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ചൈനീസ് സംസ്കാരങ്ങളിലാണെങ്കിലും ജപ്പാൻ സംസ്കാരങ്ങളിലാണെങ്കിലും അവർ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ സോഫ്റ്റ് സ്കില്ലുകൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ, സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ നന്നായി മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള പല ട്രെയിനിങ്ങുകളും വിദ്യാഭ്യാസ കാലത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ജപ്പാനിലാണെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊച്ചിലെ പഠിപ്പിക്കുന്നു. ഒരു ടോയ്ലറ്റ് കയറിയാൽ ആ ടോയ്ലറ്റ് ഭംഗിയായിട്ട് വൃത്തിയാക്കണം. ഒരു പൊതു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ, ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ നിൽക്കണം. ബ്രിട്ടീഷ് സംസ്കാരത്തിൽ പോലും മൊബൈൽ ഫോണുകളൊന്നും അവർ അധികം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല. ഇങ്ങനെയുള്ള സംസ്കാര ശൂന്യമായ മൊബൈലിൽ ഉറക്ക സംസാരിക്കുക, അല്ലെങ്കിൽ ബസ്സിൽ ഇടിച്ച് കയറുക, ക്യൂ സിസ്റ്റം പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ മദ്യപിച്ച് മതോന്മത്തരായ റോഡിൽ കിടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംസ്കാര ശൂന്യമായ പ്രവർത്തികൾ കാരണമാണ് ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഇനി സ്റ്റുഡൻറ്റ് പെർമിറ്റ് പോലും കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പറയാം. നമ്മുടെ ഒരു മാസമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ പൊതുസ്ഥലങ്ങൾ ഒരുപാട് വൃത്തികേടാക്കി കാനഡയിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംസ്കാര രീതികൾ, അത് സംസ്കാരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ കോളേജ് കരിക്കുലത്തിൽ പോലും സ്പെഷ്യലൈസ് ചെയ്യാനൊരു സമയമാകുന്നതിന് വരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ഒരു ബസ്സിൽ എങ്ങനെയാണ് ക്യൂ സിസ്റ്റം പാലിച്ച് കയറേണ്ടത്, മദ്യപിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മറ്റുള്ളവരെ ശല്യമാകാതിരിക്കുന്നത്, ഒച്ചയിട്ട് സംസാരിക്കാതിരിക്കുന്നത്, മൊബൈൽ ഫോൺ എങ്ങനെയാണ് മൊബൈൽ ഫോൺ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുമെങ്കിൽ അതിൻ്റേതായ മര്യാദയോടുകൂടി എങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് എങ്ങനെ പെരുമാറുക, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കൾച്ചർ, അതായത് ഒരു ബാത്റൂമിൽ കയറിയാൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇറങ്ങി വരും, ഇങ്ങനെയുള്ള ഒരുപാട് കൾച്ചർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആഹാര മര്യാദകൾ, ആഹാരം എങ്ങനെയാണ് കഴിക്കേണ്ടത്, ആഹാരത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ്, അത് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് മര്യാദകൾ, സോഫ്റ്റ് സ്കില്ലുകൾ ചേരുന്നതാണ് ഒരു നല്ല ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനും വിലക്കുന്നില്ല. പക്ഷേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വിരോധമായിട്ടൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ചെയ്തത്. ഇതിന് മറ്റു സംസ്കാരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ഒട്ടും തന്നെ ദഹിക്കുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംസ്കാര മര്യാദകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സിസ്റ്റം ഉടനെ മാറ്റി പണിയേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജപ്പാനിലുമൊക്കെ ചെറിയ സമയത്ത് തന്നെ മര്യാദ, എമ്പതറ്റിക്കലായിട്ടുള്ള, മറ്റുള്ളവരെ കൂടെ കൺസിഡർ ചെയ്യുന്ന, എമ്പതി സിമ്പതി പറയുന്ന ബിഹേവിയറാണ്. മറ്റുള്ളവർ ഇടിച്ചു കയറി ഒരു കോമ്പറ്റേറ്റീവായിട്ട് ഒരു കുറേ മാർക്കുകൾ വാങ്ങുക എന്നതിലുപരി അവരെ നല്ല സംസ്കാരമുള്ള മനുഷ്യരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയൊരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ഓരോരുത്തരും അടിയന്തരമായിട്ട് തയ്യാറാക്കേണ്ടത്. അതായത് ഇനിയിപ്പോൾ വരുന്ന യുഗം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ യുഗമാണ്. അപ്പോൾ മനുഷ്യർക്ക് ഒത്തിരി സമയം ബാക്കിയായിട്ട് കാണും. ആ സമയത്ത് നല്ല രീതിയിൽ സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും കർഷണങ്ങൾ, ഇപ്പോൾ ഹാൾട്ടസ് സക്സി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് ഭാവിയിൽ ഒരുപാട് സമയം ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, മെഷീൻസൊക്കെ കൈയടക്കുന്ന ഒരു സമയത്ത്, ഇപ്പോൾ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെയും അല്ലെങ്കിൽ ആമസോണിൻ്റെയൊക്കെ ഗോഡൗണിലൊക്കെ ജോലി ചെയ്യുന്ന 10 ലക്ഷത്തോളം ആൾക്കാരുടെ തൊഴിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ മെഷീൻ ലേണിങ്ങോ ഒക്കെ വരുമ്പോൾ അപ്രത്യക്ഷമാകും. അപ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും കൂടെ ഇല്ലെങ്കിൽ രാക്ഷസിയമായ ഒരു തലമുറയെ കൂടെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സംസ്കാരം വളരെയധികം, ഇന്ത്യൻ സംസ്കാരമൊക്കെ വളരെ നശിച്ചുമാറ്റും. ഇപ്പോൾ ജപ്പാനിലും ചൈനയിലെ പല സ്കൂളുകൾക്ക് സംസ്കാരമായിട്ട് എങ്ങനെ പെരുമാറും, സമൂഹത്തിലോട്ട് എങ്ങനെ പെരുമാറും, അല്ലെ വ്യക്തിപരമായിട്ട് തന്നെ എങ്ങനെയാണ് മെഡിറ്റേഷൻ്റെ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജപ്പാനിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ശാന്തമായിട്ടിരിക്കുക, ഇക്കിഗായി എന്ന് പറയുന്ന ട്രെയിനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളും നല്ല നല്ല കൾച്ചേർഡ് ആയിട്ടുള്ള കൺട്രികൾ, ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം വളർന്നു വരുന്നുണ്ട്. ഇടിച്ചു കയറി ചെയ്യുന്ന ഒരു സ്വഭാവത്തിലുപരി അവൻ മറ്റുള്ളവരെ കൂടെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം, അവർ ഒരു എമ്പതറ്റിക്കൽ ലിസണിങ്, അത് ആൺപെൺ വ്യത്യാസമില്ലാതെ ജെൻഡർ ഡെവലപ്മെൻറ്റ്, അതായത് പെൺകുട്ടികളെ കരുതുന്നതും ആൺകുട്ടികളെ കരുതുന്നതും ഒരു തരത്തിലുള്ള ഇക്വാലിറ്റിയുടെ തടസ്സങ്ങളും ഉണ്ടാവാതെ, ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ കരിക്കുലമാണ് നമുക്ക് കൂടുതൽ പാഠ്യപദ്ധതികളെക്കൊണ്ട്. ഏതെങ്കിലും ഒരു രംഗത്തൊരുത്തൻ സ്പെഷ്യലൈസ് ചെയ്താൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോകാനുള്ള വിദ്യാഭ്യാസമായി അത് വെച്ച് അവന് പൈസ കഴിഞ്ഞാൽ, പക്ഷേ അവന് നല്ല പെരുമാറ്റ രീതികളെ കൂടെ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസ സിസ്റ്റം ഊന്നൽ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ രാക്ഷസീയമായ ഒരു തലമുറയാണ് വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് സമയം മനുഷ്യർക്ക് ബാക്കി കാണും. അവൻ കുടുംബത്തിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സമൂഹത്തിൽ അവൻ ബാക്കിയുള്ള ജോലികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുമ്പോൾ പൈസ ഒരുപാട് കാണും. പക്ഷേ അത് പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞില്ല. ആ ഫ്രീ ടൈം എല്ലാം വളരെ കലുഷിതമാകും. ഒരുപാട് ഫാമിലി കൗൺസിലേഴ്സിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇത് ചെറുപ്പകാലം പോലെ ഇത് ട്രെയിൻ ചെയ്ത് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെരുമാറ്റ രീതികൾ നമുക്ക് ശീലിപ്പിക്കാവുന്നതാണ്. പക്ഷേ ചുട്ടയിലെ ശീലം ചുടൽ വരെ എന്ന് പറയുന്നത് സ്കൂൾ കരിക്കുലത്തിൽ തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കാനുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. അത് ഇനിയും വരുന്ന കാലം എന്ന് വെച്ചാൽ 10 വർഷത്തിനകത്ത് നമ്മൾ ട്രമൻഡസ് ആയിട്ട് ടെക്നോളജിയൊക്കെ മാറി വരുമ്പോഴത്തേക്കും
നമ്മൾ ഒരു കൾച്ചറലസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുമ്പോൾ ഇപ്പോൾ ഒരുപാട് രംഗങ്ങൾ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അപ്പോൾ എമ്പതറ്റിക്കലായിട്ട് എങ്ങനെയാണ് പെരുമാറ്റുന്നത്, സിമ്പതിയായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്, നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഒരു മറ്റുള്ളവരെ വിധിക്കാതെ എങ്ങനെയാണ് പെരുമാറുന്നത്. ഓരോരുത്തർക്കും ഓരോ സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കൾച്ചറിനകത്ത്. അപ്പോൾ അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടി വരും. അക്സെപ്റ്റ് ദ തിങ് അസ് ഇറ്റ് ഈസ്, അത് എന്താണോ അതിനെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരം കൂടെ ഇല്ലാതെ വരുമ്പോൾ ഇത് വളരെ പ്രശ്നം. ഇപ്പോൾ കാനഡയിൽ നിന്നൊക്കെ വിസ കൊടുക്കാതെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൾച്ചറൽ ഷോക്ക് അവർക്ക് പെട്ടെന്ന് ഉണ്ടാവുകയാണ്. അവർക്ക് നമ്മുടെ കുട്ടികൾ പൊതുസ്ഥലത്ത് പോയിട്ട് മാലിന്യം വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ അറിയാം, മാലിന്യമൊക്കെ വലിച്ചെറിയുന്നതിന് നമുക്ക് ഒരു മടിയുമില്ല. നമ്മുടെ ഒരിടത്തിലുള്ള മാലിന്യം എടുത്ത് റോഡിലിറങ്ങി ആരും കണ്ടില്ലെങ്കിൽ അവിടെ എറിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന സംസ്കാരശൂന്യമായ പ്രവൃത്തി, അതൊക്കെ വളരെ മോശമാണെന്നും അതിന് നല്ല ശിക്ഷയൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ സ്കൂൾ കരിക്കുലം മുതലേ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പൊതുസ്ഥലങ്ങൾ മാലിന്യപ്പെടുന്നതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ, എലിപ്പനി പോലുള്ള സ്ക്രബ് ടൈഫസ് പോലുള്ള അസുഖങ്ങളെല്ലാം ധാരാളമായിട്ട് ബാധിക്കുന്നു. ഇതെല്ലാം പണ്ട് കാലത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ പൊതുസ്ഥലത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് വലിച്ചെറിയുന്ന സംസ്കാരം ഒരുപാട് ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട്. അവർ അത് വിദ്യാഭ്യാസം ഉള്ളവരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ ഭേദമില്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രെയിനിങ്ങിൻ്റെ അഭാവമാണ്. ചെറുപ്പകാലം മുതൽ ഇത് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളൊരു നല്ല ബോധം, ആഴമായ ബോധം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ മാലിന്യം വലിച്ചെറിയുകയോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇടിച്ചു കയറുകയോ ഒരു ക്യൂ സിസ്റ്റം പാലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് റോഡിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള വരുമ്പോൾ ഇനി നമുക്ക് കൗൺസിലേഴ്സിൻ്റെ ഒക്കെ ആവശ്യം ധാരാളമായിട്ട് വരും. പക്ഷേ ട്രെയിനിങ് നമ്മൾ ആ മേഖലകളിലേക്കൊക്കെ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യണം. ചെറുപ്പകാലം പോലെ പ്രാക്ടിക്കലുണ്ട്. ജപ്പാനിലൊക്കെ പലപ്പോഴും ക്യൂ സിസ്റ്റം പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ 1ാം ക്ലാസ് മുതലേ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കും. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു വൃദ്ധനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ വണ്ടി നിർത്തി സല്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം ഞാൻ ബ്രിട്ടനിലൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരാൾ റോഡോട്ട് ഇറങ്ങിയാൽ അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അതായത് സീബ്ര ക്രോസിങ്, അതിൽ റോഡ് റൂൾസുകളൊക്കെ പാലിക്കാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വണ്ടിയിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ വീട്ടിലെ പ്രശ്നങ്ങളാണ് ആക്സിലേറ്ററി കാണിക്കുന്നത്. അപ്പോൾ നല്ല റോഡ് റൂൾസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരിക്കലും റെഡ് ലൈറ്റ് കണ്ടാൽ ജമ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മഞ്ഞ ലൈറ്റ് കാണുമ്പോഴേ വണ്ടി നിർത്താൻ, റോഡ് റൂൾസ്, ഇങ്ങനെ ഒരുപാട് പൗരബോധവുമായിട്ട് ബന്ധപ്പെട്ട പൗരാവകാശങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പൗരബോധവും പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇത് ഒരുപാട് പൗരബോധത്തിൻ്റെ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലുണ്ട്. പക്ഷേ അതൊക്കെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒന്നും പഠിപ്പിക്കുന്നതല്ല. ചെറുപ്പകാലം മുതലേ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ രീതികളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നല്ല മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുവാനും നമ്മൾ വിദേശങ്ങളിലൊക്കെ പോലും നമ്മുടെ ഇന്ത്യക്കാരെ കുട്ടികൾക്ക് ജോലി കിട്ടാത്ത രീതി, നല്ല പെരുമാറ്റ രീതി, ഒരു 1-2 പേര് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മൊത്തത്തിലൊരു സമൂഹത്തെ ബാധിക്കും. ചിലപ്പോൾ നല്ല വീടുകളിൽ നിന്ന് വരുന്ന കുറച്ച് കുട്ടികൾക്ക് ഇതൊക്കെ അറിയുമായിരിക്കും. പക്ഷേ മാസ്സായിട്ട് വിദ്യാർത്ഥികളെ ഇത് പരിശീലിപ്പിക്കാനും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോലികൾ അധികം ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് ജോലികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓഹരി വിപണിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കടന്നു വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യേണ്ട, പക്ഷേ പൈസ നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യം പോലെ ഉണ്ടാകും. പൈസ ആവശ്യം പോലെ ഉണ്ടാകുകയും സാധനങ്ങൾ ഒരുപാട് ആവശ്യത്തിലുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ കൃഷി രീതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടത്. കൃഷിയൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. കൃഷിയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കയ്യിൽ മണ്ണ് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് സൈക്കോളജിക്കലി ടെൻഷൻസും ഒക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുകയും പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫ്രീ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഒരുപാട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ കുട്ടികൾ ഇമ്പാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സമൂഹം നിലനിന്നു അല്ലെങ്കിൽ ജീർണമായൊരു സമൂഹമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ ഉദ്ബോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം ഇത് ചിന്തിച്ചുകൊണ്ട് ഇതിനനുസരിച്ചുള്ള കരിക്കുലമൊക്കെ ഡെവലപ്പ് ചെയ്യുക. അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ആവശ്യമുള്ള അവരുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ ഓറിയൻറ്റ് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്കില്ലുകൾ അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജീവിതോപാധിയാണ്. പക്ഷേ നല്ല സ്വഭാവം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ സമൂഹത്തിൽ പെരുമാറാനുള്ളതും എല്ലാം പഠിപ്പിച്ചെടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു സ്ഥലത്താണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എൻ്റെ ഇടയിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വിദ്യാഭ്യാസം ഈ രീതിയിൽ പോയാൽ മതിയോ? ഒരു മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതുപോലും ഇല്ല. പക്ഷേ ഇത് കുട്ടികളെ ഒരു വെറും രാക്ഷസന്മാരായി വളർത്തി വരുന്ന വിദ്യാഭ്യാസം, ഒരു തൊഴിലിന് വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സിസ്റ്റം മാറേണ്ടതില്ലേ? നിങ്ങളും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെ അത് മാറ്റിയെടുക്കണം എന്നുള്ള എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ബേസിക് ലെവൽ, പ്രത്യേകിച്ച് LKG UKG പ്രൈമറി UP ലെവലുകളിൽ തന്നെ കുട്ടികളിൽ ഈ നല്ല പൗരബോധം വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. പല പരിഷ്കൃത സമൂഹങ്ങളായ ബ്രിട്ടനിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ ഇത് നടന്നു വരുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോഴും കുറച്ച് ABCD പഠിപ്പിക്കുന്നു. അല്ലാതെ പൗരബോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്പെക്റ്റുകൾ ഞാൻ എൻ്റെ ഒരു കരിക്കുലത്തിനും കാണാത്തതുകൊണ്ട്. പിന്നെ ചില മൊണ്ടശ്ശേരി സ്കൂളുകൾ, ചില ഇൻ്റർനാഷണൽ സ്കൂളുകളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ മൊത്തത്തിലുള്ള മാസമായിട്ട് നമ്മളാരും ഇങ്ങനെയുള്ള പൗരബോധം വളർത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് വളരെ ദൂഷ്യഫലങ്ങൾ ഇത് വരുന്ന വർഷങ്ങളിൽ ചെയ്യും. മാതാപിതാക്കളൊക്കെ ചവിറ്റുകുട്ടയിലായിപ്പോവും. മാതാപിതാക്കളെ നോക്കാത്ത, പരസ്പര സ്നേഹമില്ലാത്തൊരു ജനതതി വളർന്നു വന്നിട്ട് കാര്യമില്ല. മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു തലമുറയാണ് അത് വളർന്നുകൊണ്ട്.
എന്ന് മാത്രം ഉദ്ബോധിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ സജഷൻ കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കിത് നമ്മുടെ കരിക്കുലത്തെ മൊത്തം ഇന്ത്യയിൽ മൊത്തം വിദ്യാഭ്യാസ സിസ്റ്റത്തെ നല്ല രീതിയിലാക്കിയെടുക്കേണ്ടതുണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പല ലോകരാജ്യങ്ങളും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ US പോലും മൊബൈൽ ഫോണ് കൊണ്ടുപോകാനേ പാടില്ല എന്ന് റൂൾ ഇറക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. മൊബൈൽ ഫോൺ തന്നെ കുഞ്ഞുങ്ങളുടെ അഡിക്ഷൻ വന്നിട്ട് മൊബൈൽ ഫോൺ വന്ന് മനുഷ്യരുടെ മുഖത്ത് നോക്കാതെ മൊബൈൽ ഫോണിൻ്റെ ഒരു ശാപം പറയാതിരിക്കാനാണ്. അപ്പോൾ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും നിയമം മൂലം സ്കൂളുകളിലും കോളേജുകളിലും ഒരു +2 ലെവൽ വരെ വരുന്ന നമ്മുടെ അമേരിക്കൻ സിസ്റ്റം വേറെയാണ്. മൊബൈൽ ഫോൺ കൊണ്ടുപോകാനേ പാടില്ല. മൊബൈൽ ഫോൺ ഒത്തിരി ജീർണതകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. മുഖാമുഖം നോക്കാത്ത, മനുഷ്യബന്ധങ്ങൾ വളർത്താത്ത, മാനസിക ടെൻഷൻ ഉണ്ടാക്കുന്ന, ഒരു പരിധിയിൽ കവിഞ്ഞുള്ള മൊബൈൽ ഫോൺ പോലും ടെക്നോളജിയുടെ സമയത്ത് അഡിക്ഷൻ ഉണ്ടാക്കി, ടെക്നോളജി അഡിക്ഷൻ പണ്ട് ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജി അഡിക്ഷൻ ഉണ്ടാക്കി മനുഷ്യരെ തകർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബാഡ് ബിഹേവിയറെല്ലാം ഒഴിവാക്കി മനുഷ്യരുമായിട്ടുള്ള വാല്യൂ വളർത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഒരു പരിധി കഴിഞ്ഞ ശേഷം അവർ മൊബൈൽ ഫോണൊക്കെ നിയന്ത്രണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഠിക്കും. അഡൾട്ട്സിൻ്റെ ഇടയിൽ പോലും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ സൈബർ അഡിക്ഷൻ കൂടി വരുന്നു. ഇത് നമ്മുടെ വാല്യൂ ഒക്കെ തകർക്കുന്ന ഒരു ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പഴയ ബുക്ക് വായിക്കുന്ന സിസ്റ്റവും അല്ലെങ്കിൽ നമ്മൾ ഒരു ടീച്ചറിൻ്റെ മുഖത്തു നിന്ന് കേൾക്കുന്ന സംഭവം, ഓക്സ്ഫോർഡിലെ ഒരു പ്രൊഫസറുടെ ടോക്ക് പോലെ നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ജീർണമായ ഒരുപാട് അവസ്ഥകൾ, അപ്പോൾ ഒരാൾക്ക് മാനസിക ടെൻഷനൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം മൊബൈൽ ഫോണിൻ്റെ കൂടുതലായിട്ടുള്ള ടെക്നോളജി അഡിക്ഷനാണ്. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വാട്സാപ്പോ ഉപയോഗപ്രദമല്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളോട് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ഓടിയാണ്. ഇപ്പം വളരെ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മുടെ ഓട്ടിസം, സൈബർ ഓട്ടിസം അല്ലെങ്കിൽ വിർച്വൽ ഓട്ടിസം എന്നുള്ള സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും മൊബൈൽ ഫോൺ കൊടുക്കരുതെന്നൊക്കെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിർച്വൽ ഓട്ടിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം എന്ന് വെച്ചാൽ അവർ സ്വന്തം ലോകത്ത് ഒതുങ്ങുന്നത്, അവരുടെ സാമൂഹികപരമായ EQs ഒന്നും ഡെവലപ്പ് ചെയ്യാതെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അതുപോലെ സമൂഹത്തിലെ മറ്റു വാല്യൂ സിസ്റ്റങ്ങൾ, ഒരു ബാത്റൂം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സ്ലീപ്പ് ഹൈജീൻ, അതിൽ ഉറക്കത്തിൻ്റെ ഹൈജീൻ എങ്ങനെയാണ്, ഏത് സമയത്ത് കിടക്കണം, ഏത് സമയത്ത് രാത്രി പകലാക്കി നമ്മുടെ തലമുറയൊക്കെ വർക്ക് ചെയ്യുന്നു. അതൊക്കെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വരുന്ന സമൂഹത്തിൽ ഉണ്ടാകുക. തിരിച്ചൊരു കൾച്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരണം. രാത്രി ഉറങ്ങാനുള്ളതാണ്, പക്ഷേ ചില ജോലികൾക്ക് പറ്റത്തില്ലെങ്കിൽ ഭൂരിഭാഗം ഉറങ്ങാനായിട്ട്, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ, ഇങ്ങനെ ഒരുപാട് വാല്യൂ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. മൊബൈൽ ഫോണിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ പ്രത്യേകം പറയാതിരിക്കാനൊക്കത്തില്ല. ആൽക്കഹോൾ, ഡ്രഗ്സ് എല്ലാം വളരെ സുലഭമാണ്. ഇതിനെല്ലാം ദൂഷ്യഫലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി നല്ലൊരു വാല്യൂ സിസ്റ്റത്തിലേക്ക്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന വാല്യൂ സിസ്റ്റത്തിൽ പ്രൈമറി ലെവൽ UP ലെവലിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ കുത്തിയറിയുന്നതിന് പകരം ഇങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ജപ്പാനിലും ചൈനയിലും കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു കാതലായ മാറ്റം വന്നാൽ നമ്മൾ ഒരുപാട് രക്ഷപ്പെടും. ബാക്കിയുള്ള ഒരുപാട് പൈസയൊന്നും ഉണ്ടായിട്ടല്ല. വാല്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാകുന്നതല്ല, അധികാരം ഉണ്ടാകുന്നതല്ല. സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ അവനവന് മെഡിറ്റേഷൻ മെഡിസിൻ ഒരേ വാക്കിൽ നിന്ന് വന്നാണ്. ഒരാൾ സ്വസ്ഥമായിട്ടൊന്ന് അയാളെ തന്നെ ഇഷ്ടപ്പെടുകയും അയാളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ക്രിറ്റിസിസം ഇല്ലാതെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരോടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നിന്നെല്ലാമാണ് സന്തോഷം ഉൾക്കൊള്ളുക എന്നുള്ള ബേസിക് പാഠങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്നാണ് ഓരോരുത്തരുടെയും ഹാപ്പി ഹോർമോൺസുകളായ ഓക്സിറ്റോസിൻ, സെറാറ്റോണിൻ, എൻഡോർഫിൻ എന്നിവ അല്ലെങ്കിൽ ഡോപ്പമിൻ ഇവയെല്ലാം വളരുന്നത്. അല്ല നമ്മൾ യന്ത്രങ്ങളുമായിട്ട് ഇടപെടുകയും കുറേ പൈസ ഉണ്ടാക്കി കുറേ അധികാര സ്ഥാനങ്ങൾ പിടിച്ചു പറ്റി വന്നാൽ ലൈഫ് ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള കാര്യമാണ്. അത് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സന്തോഷമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക. സന്തോഷം എത്രത്തോളം ഒരാൾക്ക് ഉണ്ടെന്നുള്ളതാണ് അയാളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കി വിദ്യാഭ്യാസ സിസ്റ്റമൊക്കെ മാറണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് എൻ്റെ ഇടയിൽ കൊടുക്കുക. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസിലൂടെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ മാറ്റം വരുന്നത്. അല്ലാതെ കുറേ സ്വത്തുക്കൾ അമേസ് ചെയ്യുക ഇതൊക്കെ വേണം, പക്ഷേ അതെല്ലാം മിഡിൽ ലെവലിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒന്നും കൊണ്ട് നമുക്കിങ്ങനെ അമേസ് ചെയ്യുന്നതിലോ ഒരുപാട് വെട്ടിപ്പിടിക്കലിലൂടെ ഒന്നും സന്തോഷം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പരമാർത്ഥമാണ്. ഇത് എടുത്ത് ഒരു പരിധി കവിഞ്ഞ പണക്കാരോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇതിനകത്ത് എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു സന്തോഷത്തിൻ്റെ ലെവലെന്ന് പറയുന്നൊരു വാല്യൂ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത്. അതിനുള്ള ഒരു മുഖാന്തരമാണ് നല്ല വിദ്യാഭ്യാസം ആ രീതിയിൽ മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനകത്ത് നമ്മുടെ സിസ്റ്റം വളരെ കൊളാപ്സ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൈയടക്കുന്ന രംഗത്ത് അടുക്കളയിൽ പണിയേണ്ടി വരത്തില്ല, പലതും പണിയുന്നില്ല. പക്ഷേ ഫ്രീ ടൈം ഒത്തിരി ഉണ്ടാകും. ജീർണതയേറിയ ഒരു സമൂഹമായിരിക്കും, ഒരു ദുഷ്പ്രവണതകളിലേക്ക് പോകുന്ന രാക്ഷസന്മാരായ തലമുറയായിരിക്കും വളർന്നു വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കേട്ടിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സ്ഥിതി കാണാം. നന്ദി.